ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നവംബർ മന്ത് റീഡിംഗ് ആണ്. എന്തൊക്കെയാണ് നവംബർ മന്തിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. സന്തോഷങ്ങൾ, ശുഭകാര്യങ്ങൾ, സൗഭാഗ്യങ്ങൾ എന്താണ് വരാൻ പോകുന്നതെന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ 2 പൈലുകൾ വെച്ചിട്ടാണ് റീഡ് ചെയ്യുന്നത്. ഇത് ഫസ്റ്റ് പൈൽ, അതായത് വിഷ്ണു ഭഗവാനാണ്. ഫസ്റ്റ് പൈൽ എന്ന് പറഞ്ഞാൽ വിഷ്ണു ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മെയിൻറ്റെയിനർ ഓഫ് ദ യൂണിവേഴ്സ് ആണ്. അടുത്തതായിട്ട് നമ്മൾ 2ാമത്തെ പൈൽ വെച്ചിരിക്കുന്നത് നടരാജാണ്, ലോർഡ് ഓഫ് ദ ഡാൻസ്. അറിയാവില്ല നിങ്ങൾക്ക്. അപ്പൊ ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൈൽ സെലക്ട് ചെയ്യാവുന്നതാണ്. സെലക്ട് ചെയ്ത് കാണുമല്ലോ. അപ്പോഴ് ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. അതിന് മുൻപായിട്ട് ഒരു കാര്യം, നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് ഇത് ഫസ്റ്റ് പൈല് നമ്മളിവിടെ റീഡ് ചെയ്യാൻ പോകുന്നു. ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് ടാരോ കാർഡ്സ് ആണ് ആദ്യം റീഡ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ ഷഫിൾ ചെയ്ത് കുറേ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എനർജി ഒറക്കിൾ വെച്ചിട്ടുണ്ട്. 4 കാർഡ്സ് എനർജി ഒറക്കിൾ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മൂൺ കാർഡ് വെച്ചിട്ടുണ്ട്, 3 എണ്ണം. പിന്നെ ആൻസസ്റ്റേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് 2-3 കാർഡ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സിൻ്റെ മെസ്സേജ് വെച്ചിട്ടുണ്ട്. പിന്നെ ഏഞ്ചൽ മെസ്സേജ് വെച്ചിട്ടുണ്ട് 2 കാർഡ്സ്. അതുപോലെ നിങ്ങളുടെ സോൾ ഒറക്കിൾസും വെച്ചിട്ടുണ്ട് 2 കാർഡ്സ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ മന്ത് റീഡിംഗ് അല്ലേ. അപ്പോൾ ഇതെല്ലാം കൂടെയാണ് നമ്മൾ കളക്ട് ചെയ്ത് റീഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പിന്നീട് ഇവിടെ ആദ്യം നമ്മൾ ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. അതുപോലെ ടാരോ കാർഡ്സ് നമുക്ക് റീഡ് ചെയ്യാം. എന്തൊക്കെയാണ് ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവരുടെ സന്തോഷങ്ങളെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റിൽ തന്നെ 4 ഓഫ് സോഡാണ്. ഓവറായിട്ട് തിങ്ക് ചെയ്യുക, എന്താണ് ഇനി ഈ മാസം വരുന്നത് എന്നായിരിക്കും ചിലപ്പോൾ ചിലരൊക്കെ വിചാരിക്കുന്നത് അല്ലേ. അതുമല്ല എങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമാകാം. മറ്റെന്തെങ്കിലും കാര്യമെന്ന് പറയുമ്പോൾ മനസ്സിനെ വിഷമിപ്പിക്കുന്ന എന്തോ ഒരു ചിന്തയിലാണ് നിങ്ങൾ എന്ന് കാണുന്നുണ്ട്. ഇനി മനസ്സിനെ വിഷമിപ്പിക്കുന്ന ചിന്ത എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്തിട്ട് വരുമ്പോൾ ഒന്ന് വിശ്രമിക്കുന്ന എനർജിയും ആകാം. അപ്പോൾ ഇത് എന്തായാലും നിങ്ങളിവിടെ ഏതെങ്കിലും വ്യക്തിയെ ഓർത്തിട്ട് വിഷമിച്ചിരിക്കുക, അല്ലെങ്കിൽ അവരെ ഓർത്തിട്ട് ഓവറായിട്ട് തിങ്ക് ചെയ്യുക, അതുമല്ല എങ്കിൽ അടുത്ത ജോലിയിലേക്ക് പോകുന്ന കാര്യത്തെക്കുറിച്ച് ഓർത്തിട്ട് തിങ്ക് ചെയ്യുക. അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളിലെ ചിന്തകളിലാണ് നിങ്ങളെന്നാണ് ഇപ്പോൾ കാണുന്നത്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് നോക്കിയിരിക്കുവാണ്. ചിന്തകളെല്ലാം കഴിഞ്ഞ് ഇനി നോക്കിയിരിപ്പാണ്. ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയുള്ള നോക്കിയിരിപ്പാണ്. ഇത് എന്തെങ്കിലും ജോലിക്കാര്യത്തിന് വേണ്ടി ആയിരിക്കും. ആ ഒരു സിറ്റുവേഷൻ നിങ്ങളിലേക്ക് വരാൻ വേണ്ടി നിങ്ങളിവിടെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ചിലപ്പോൾ എന്തെങ്കിലും ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടാവാം. അതുമല്ല എങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഇന്റർവ്യൂസിനൊക്കെ നിങ്ങൾ പങ്കെടുത്തിട്ട് റിസൾട്ട് നോക്കിയിരിക്കുന്നതുമാകാം. അതുമല്ല ഏതെങ്കിലും എക്സാമിനേഷന് നിങ്ങൾ എഴുതിയിട്ട് റിസൾട്ട് നോക്കിയിരിക്കുന്നതുമാകാം. ഇനി അതുമല്ല എങ്കിൽ നിങ്ങൾ ഏതെങ്കിലും വ്യക്തി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം, അല്ല അവരുടെ മെസ്സേജോ കാളോ വല്ലതും വരുന്നുണ്ടോ എന്നുള്ള ആകാംക്ഷയോടുകൂടിയുള്ള ഒരു നോക്കിയിരിപ്പും ആവാം. പല കാര്യങ്ങളിൽ നോക്കിയിരിക്കാമല്ലോ. അങ്ങനെ എന്തോ ആകാംക്ഷയോടുകൂടി നിങ്ങളിലേക്ക് വരുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയിരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്കിനി അടുത്തത് നോക്കാം. 10 കാർഡ്സ് എടുക്കാവേ. അടുത്തായിട്ട് വന്നിരിക്കുന്നത് 3 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. നിങ്ങളിവിടെ എന്തോ 2-3 പേർ കൂടി ചേർന്നിട്ട് എന്തെങ്കിലും ചിലപ്പോൾ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം. അതുമല്ല എങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ജോലി ചെയ്തിട്ട് അതുവഴി സാമ്പത്തികം നേടാം എന്നുള്ള ചിന്തയോടുകൂടി നിങ്ങളിവിടെ പ്രവർത്തിക്കുന്നുണ്ടാവാം. അതുമല്ല എങ്കിൽ 2-3 പേർ കൂടി ചേർന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ചില കാര്യങ്ങൾ തുടങ്ങി വയ്ക്കാനുള്ള ഒരു പദ്ധതി ഉണ്ടാവാം. അത് നിങ്ങൾ പരസ്പരം സംസാരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ 3 ഓഫ് പെൻറ്റക്കിൾ എർത്ത് സൈനാണ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജി. ഇവിടെ വാൺസ് ഫയർ സൈൻ, ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. അതുപോലെ സോഡാണ്, സോഡ് എയർ സൈൻ, ജെമിനി, ലിബ്ര,
ക്വയറീസ് എനർജി. ഇവിടെ എല്ലാ എനർജീസും വന്നിട്ടുണ്ട്. ഇതുവരെ 3 കാർഡ്സ് നമ്മൾ എടുത്തതിൽ ഇനി ഒരു പെൻറ്റക്കിളും കപ്പും കൂടെ മാത്രമേ ഉള്ളൂ വരാനുള്ളത്. പെൻറ്റക്കിൾ വന്നിട്ടുണ്ട്, കപ്പ് എനർജി കൂടെ മാത്രമേ ഉള്ളൂ വരാൻ. പെൻറ്റക്കിൾ, ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. കണ്ടില്ല ഇവിടെ ഞാൻ പറഞ്ഞില്ല, ഇവിടെ നിങ്ങൾ 2-3 പേർ കൂടി ചേർന്നിട്ട് എന്തൊക്കെ ആലോചിക്കുന്നുണ്ട്. സാമ്പത്തികപരമായ വരുമാനം കൂട്ടാൻ വേണ്ടി, സാമ്പത്തിക വർധനവിന് വേണ്ടി നിങ്ങൾ ഇവിടെ പാട് ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട് നിങ്ങൾ പലരും. അപ്പോൾ ആ ഒരു എനർജി ചിലപ്പോൾ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്, തുടക്കം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്ന കാര്യത്തിന് നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വരുമാനം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ആ വരുമാനം ലഭിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്തിട്ട് അത് നേടിയെടുക്കുന്ന എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പല വഴിയിലൂടെയും നിങ്ങൾക്ക് വരുമാന സ്രോതസ്സുകൾ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതും ഇവിടെ കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി അതുമല്ല എങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ചിലപ്പോൾ ചിട്ടിക്ക്, ലോണ്, അങ്ങനെയെങ്കിലും പൈസയ്ക്ക് വേണ്ടി നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങളിലേക്ക് വരുന്നതും ആവാം. ഈ മാസം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സാമ്പത്തികപരമായ വർധനവുണ്ടാവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ 7 ഓഫ് പെൻറ്റക്കിൾസിന്റെ എനർജിയാണ്. ആരോ നിങ്ങൾക്ക് സാമ്പത്തികം തരാനുണ്ടായിരിക്കും, അത് നിങ്ങൾ ഇവിടെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ചിലപ്പോൾ ജോലി ചെയ്ത ശമ്പളം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവില്ല, അതിനുവേണ്ടി നിങ്ങളിവിടെ കാത്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാൻ പറ്റും. അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ചില കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്ന എനർജിയും ആവാം. ഇവിടെ നിങ്ങൾക്ക് എന്തിനോ വേണ്ടി ഒരു വെയിറ്റിംഗ് ആണ് ഇവിടെയും കാണുന്നത്. തീർച്ചയായിട്ടും ഇവിടെ കൂടുതലായിട്ട് സാമ്പത്തികത്തിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണെന്നാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും സാമ്പത്തികം നിക്ഷേപിച്ചിട്ടുണ്ടാകാം, അതിനുള്ള ഒരു ലാഭം നിങ്ങൾക്ക് ഇതുവരെ വന്നിട്ടുണ്ടാവില്ല, അതിനുവേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണെന്നും കാണുന്നുണ്ട്. അതുമല്ല എങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും തുടങ്ങിയിട്ട് ചിലപ്പോൾ സാമ്പത്തികം ഒന്നും ലഭിച്ചിട്ടുണ്ടാവില്ല, അതിനുവേണ്ടി നിങ്ങൾ ഇവിടെ കാത്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാം. ഇവിടെ സാമ്പത്തികമാണ്. ഇന്ന് കൂടുതലായിട്ട് സാമ്പത്തികത്തിന്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നവംബർ മന്ത് മുഴുവനും നിങ്ങൾക്ക് സാമ്പത്തിക വരവായിരിക്കാം. മനസ്സിലായോ? സാമ്പത്തിക വർധനമാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ നോക്കിയിരിക്കുന്നത് കിട്ടാൻ പോകുന്നുണ്ട്. അതുമല്ല എങ്കിൽ നിങ്ങൾ ജോലി ചെയ്ത് നിങ്ങൾക്ക് മണി കൂടുതലായിട്ട് ഏൺ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾ വിചാരിച്ചതുപോലെ ആദ്യം തന്നെ നിങ്ങൾക്ക് വന്നിരിക്കുന്ന എനർജി എന്താണ്? ഇവിടെ നിങ്ങൾക്ക് ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നു, പിന്നെ ഇവിടെ കാത്തിരിക്കുന്ന എനർജിയാണ് അല്ലെ. ഈ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നതൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടിലുള്ള കാര്യങ്ങളെ കുറിച്ചായിരിക്കണം ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് പോകാനുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ കിങ് ഓഫ് വാൻസിന്റെ എനർജിയാണ്. കിങ് ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളിലുള്ള ഒരു ക്രിയേറ്റീവ് എനർജിയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ദൈവാനുഗ്രഹം കൊണ്ട് നിങ്ങൾ പല കാര്യങ്ങളും സാധ്യമാക്കി എടുക്കുന്ന എനർജിയാണ്. നൈറ്റാണ് വന്നിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് വിദേശത്ത് പോകാനോ അല്ല എങ്കിൽ അവിടെ ഒരു ജോലിയിൽ തുടരാനോ ആഗ്രഹിച്ചിരുന്നത് പോലെ ഒരു സ്ഥാനത്ത് നിൽക്കാനോ അങ്ങനെയൊക്കെയുള്ള ചില എനർജീസ് ഇവിടെയുണ്ട്. ചിലപ്പോൾ ഇത് ഒരു ആവേശത്തോടുകൂടി എന്തോ വേണമെന്ന് വിചാരിക്കുന്നത് നേടിയെടുക്കുന്ന ഒരു എനർജിയുമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ചിലപ്പോൾ സാമ്പത്തികം നേടണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാകും. അതുമല്ലെങ്കിൽ മറ്റേത് കാര്യത്തിലും നിങ്ങൾക്ക് ഇവിടെ ആവേശത്തോടു കൂടിയാണോ നിങ്ങൾ അത് ചെയ്യാൻ പോകുന്നത്, അത് നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഭാഗ്യം നിങ്ങൾക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ഫൈവ് ഓഫ് സോഡിന്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അല്പം ഒന്ന് ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട്. മാനസികമായിട്ട് സംഘർഷം അനുഭവിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ മാനസികമായി സംഘർഷം അനുഭവിക്കുന്ന ആദ്യം തന്നെ നിങ്ങൾ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് നിങ്ങൾ വെയിറ്റിങ്ങിലാണ്. പിന്നെ പല കാര്യങ്ങളുടെയും വെയിറ്റിംഗ് ആണ് ഇന്ന് നമുക്ക് ഈ ഒരു ഫസ്റ്റ് വൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെ മെന്റലി എന്താണ് ഒന്ന് ഡൗൺ ആയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തോ ഒരു ഡിപ്രഷൻ അനുഭവിക്കുന്ന പോലെ കാണുന്നുണ്ട്. എന്തോ ഒരു തലവേദനയോ അല്ല എങ്കിൽ ആ ഒരു നിമിഷത്തേക്ക് എന്തോ ഒന്ന് വിഷമം അനുഭവിക്കുന്നുണ്ട്. ടെൻഷൻ, മാനസികമായിട്ട് സമ്മർദ്ദം അനുഭവിക്കുന്നത് പോലെയാണ് ഇവിടെ കാണുന്നത്. പക്ഷെ
അത് നോക്കാം, നമുക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് ഇവിടെ വന്നു ചേരാൻ പോകുന്നത് നമുക്ക് നോക്കാം. സാമ്പത്തിക കാര്യം തന്നെയാണെന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. എല്ലാം സാമ്പത്തികത്തിന്റെ തന്നെയാണ്, കണ്ടില്ലേ? ഇവിടെ നിങ്ങൾക്ക് മാറിക്കിട്ടുമെന്ന് കാണുന്നുണ്ട്. ഇവിടെ 5 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം രണ്ടുപേർ തമ്മിൽ ചിലപ്പോൾ ഒന്ന് വേർപാടിലായിരിക്കണം. മനസ്സിലായി? രണ്ടുപേർ തമ്മിലുള്ള ചിലപ്പോൾ വീട്ടിലായിരിക്കും, അല്ല എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് തമ്മിലുമാകാം, എവിടെയെങ്കിലും നിങ്ങളുടെ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിലും ആവാം. അവിടെ നിങ്ങൾക്ക് ചെറിയ ഒരു വേർപാട് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ചില ബുദ്ധിമുട്ടുകളാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടിലാണ് ഇവിടെ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നത് എന്നാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് ഇന്ന് ഒരുപാട് സാമ്പത്തികത്തിന്റെ എനർജിയാണ് ആദ്യം തന്നെ വന്നിരിക്കുന്നത്. സാമ്പത്തികം വരാനുള്ള എനർജി ഉണ്ട്, അതുപോലെ അതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്, അതിനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന എനർജി ഉണ്ട്. ഇനി ഇവിടെ വന്നിരിക്കുന്നത് എന്താണെന്ന് കണ്ടോ? വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. ഇതെല്ലാം കഴിയുമ്പോൾ, ഈ വക പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ കുറച്ചൊന്ന് അനുഭവിച്ച് കഴിയുമ്പോൾ അതിനായിട്ടുള്ള സൊല്യൂഷൻസ് ഒക്കെ നിങ്ങൾ കണ്ടെത്തും, അല്ലെ? നിങ്ങൾ കണ്ടെത്തും ചില സൊല്യൂഷൻസ്, എങ്ങനെ ഇതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് വരാമെന്ന്. അപ്പൊ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സമയദോഷം കൊണ്ടാണ് ഇത് ഇങ്ങനെ വന്നിരിക്കുന്നത്. കണ്ടില്ല, എന്റെ സമയദോഷമാണ്, ഇതെന്റെ വിധിയാണ് എന്നൊക്കെ വിഷമിച്ചിരിക്കുന്ന സാഹചര്യമാണ്. ഇതും കണ്ടില്ലേ, റെസ്റ്റ് എടുക്കുകയാണ്. പല കാര്യങ്ങളിലും ചിന്തിച്ച് ഓവറായിട്ട് ചിന്തിച്ച് റെസ്റ്റ് എടുക്കുകയാണ്. ഇവിടെയും കണ്ടില്ലേ, അത് തന്നെയാണ്. ഇവിടെയോ, ഇവിടെ നിങ്ങൾക്ക് വരും. അപ്പൊ നിങ്ങൾ ഇതിനായിട്ട് സൊല്യൂഷൻസ് കണ്ടെത്തും, ഇതിനായിട്ട് പരിശ്രമിക്കും. അങ്ങനെ പല വഴികളിലൂടെയും നിങ്ങൾ ഇത് പരിശ്രമിച്ചിട്ട് നിങ്ങൾ ഇത് നേടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സമയദോഷം കൊണ്ടാണ് ഇത് വന്നിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ സ്വയം മനസ്സിലാകും. അങ്ങനെ സ്വയം മനസ്സിലാകുമ്പോൾ നല്ല സമയം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതിനു വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു കഴിയുമ്പോഴും സന്തോഷകരമായിട്ടൊരു വെയിറ്റിംഗ് നടത്തി കഴിയുമ്പോഴും നിങ്ങളിലേക്ക് ഈ കാര്യങ്ങൾ വന്നു ചേരുന്നതാണ്. സാമ്പത്തികം നിങ്ങൾക്ക് വരും, നിങ്ങളുടെ സമയം നല്ലതായിട്ട് വരുന്നുണ്ട്, ഭാഗ്യസമയമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്നാണ്. വീൽ ഓഫ് ഫോർച്യൂൺ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഭാഗ്യത്തിന്റെ ചക്രമാണ്, കണ്ടില്ലേ? ഈ ചക്രം നിങ്ങൾക്ക് മുന്നോട്ട് ഉരുളുന്നതാണ്. അപ്പൊ ഈ ഒരു ഭാഗ്യം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നമ്മളിവിടെ പത്ത് കാർഡ്സ് എടുത്തു, അത് മതി അല്ലേ? പിന്നെ നമുക്ക് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന കാർഡ്സ് എടുക്കാം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷഫിൾ ചെയ്ത് നിങ്ങളുടെ സമയം കളയാതിരിക്കാൻ വേണ്ടി ഷഫിൾ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നമുക്കിത് ഓരോന്നോരോന്നൊക്കെ നമുക്ക് എനർജി ഒറക്കിൾസ് ആണ്. ഇത് കോർണക്കോപ്പിയ എന്ന് പറയുന്നതാണ്. കാരണം ഇവിടെ സമൃദ്ധിയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. എനർജി ഒറക്കിൾ കാർഡ്സ് ആണ്, മനസ്സിലായി? അപ്പൊ നിങ്ങളുടെ എനർജിയിലേക്ക് ഇവിടെ നമ്മൾ ലാസ്റ്റ് കണ്ടത് എന്താണ്? അതുവരെ നമ്മൾ ബുദ്ധിമുട്ടാണ് കണ്ടിരുന്നത്, അല്ലേ? അപ്പൊ ലാസ്റ്റ് കണ്ടത് എന്താണ്? വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. ആ വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോഴെന്താണ്? സമയം മാറി വരികയാണ്, നല്ല സമയത്തിലേക്ക് വരികയാണ്, ഭാഗ്യസമയം വരികയാണ്. ഇവിടെ അതുപോലെ തന്നെ കോർണക്കോപ്പിയോ, ഇവിടെ എന്താണ്? സമൃദ്ധി വരുന്നു, എല്ലാ കാര്യങ്ങളിലേക്കും ഒരു സമൃദ്ധി വരുന്നുണ്ട്. 11 ആണ് നമ്പർ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സമൃദ്ധി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏഞ്ചലിന്റെ ബ്ലെസ്സിങ്സ്, ഡിവൈൻ ബ്ലെസ്സിങ്സ് ഒക്കെ വരുന്ന ഒരു സമയമായിരിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് സമൃദ്ധി വരുന്നുണ്ട്, മാറ്റം വരുന്നുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരും എന്നാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായ? സമൃദ്ധി എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളിലും, സ്നേഹത്തിന്റെ കാര്യത്തിൽ, അതുപോലെ ഫ്രൂട്ട്സ് ആയി മറ്റു പല കാര്യങ്ങളിലും, വെജിറ്റബിൾസ് എല്ലാം വാങ്ങിക്കാനുള്ള ഒരു സാധ്യത. സമയം മാറുന്നു, മാറ്റം വരുന്നു, ബട്ടർഫ്ലൈസ് അടുത്ത് വരുന്നു. ബട്ടർഫ്ലൈസ് ഇങ്ങനെ വർണ്ണശബളമായ ചിറകുകളോടുകൂടി ഇങ്ങനെ പറന്ന് അങ്ങനെ ഉല്ലസിക്കുന്നത് പോലെ വളരെയധികം സന്തോഷത്തോടുകൂടി നിങ്ങൾക്കും അതുപോലെ ഒന്ന് ഷൈൻ ചെയ്യാനുള്ള അവസരമുണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അത്രമാത്രം വളരെ വലിയ മാറ്റം നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ ആൾ ടൈഡപ്പാണ് വന്നിരുന്നു. തീർച്ചയായിട്ടും നമ്മൾ ആദ്യം കണ്ടതേ ആൾ ടൈഡപ്പ് ആയിരുന്നു, അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആകെപ്പാടെ ഒരു ബന്ധനത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നല്ലോ നമ്മൾ അവിടെ കണ്ടത്. അപ്പൊ ഇവിടെ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് മാറ്റം വരും. 5 ആണ് നമ്പർ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഇത് കുറച്ച് ബുദ്ധിമുട്ടിലാണെന്നാണ് കാണുന്നത്. നമ്മൾ 5 ഓഫ് പെന്റക്കിൾസിന്റെ എനർജി തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവസരത്തിൽ എന്താ ചെയ്യേണ്ടത്, മുന്നോട്ട് എങ്ങനെ പോകുമെന്ന് അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥ, തന്നെത്താനെ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്നു. കാരണം മനസ്സിൽ ആലോചിക്കുന്നത് എന്താണ്? എനിക്കിവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല,
സ്വയം ചിന്തിക്കുകയാണ്, നെഗറ്റീവ് അടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അതാണ് ഓവറായിട്ട് ഇവിടെ തിങ്ക് ചെയ്യുന്നത് നമ്മൾ കണ്ടത്. അപ്പൊ ഈ ഒരു അവസ്ഥയും എന്താണ് വന്നിരിക്കുന്നത്, എല്ലാം കൂടെ ഒരു ബന്ധനത്തിലാണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ബന്ധനത്തിൽ നിന്നും ഇനി മുന്നോട്ട് വരണം, മുന്നോട്ട് വരാതിരിക്കില്ല. അടുത്തായിട്ട് വന്നിരിക്കുന്നത് എന്താണ്, ഇവിടെ ആക്ഷനാണ്. ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകൂ എന്നാണ് പറയുന്നത്. കണ്ടില്ലേ, നിങ്ങൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകും. ഇങ്ങനെ ബന്ധനത്തിൽ ഇരുന്നാൽ പറ്റില്ല. മറ്റുള്ളവരുടെ ബന്ധനം കൂടാതെ സ്വയം ബന്ധനത്തിലും ആണ്ടിരിക്കുന്നു, അത് പാടില്ല. മനസ്സിലായോ? ആ സ്വയം ബന്ധനം നിങ്ങളങ്ങ് അഴിക്കുക. ആ ബന്ധനത്തിൽ നിന്ന് മുക്തരായി മുന്നോട്ട് വരൂ. കാരണം പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തീർക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഇങ്ങനെ ബന്ധനത്തിലായിരിക്കാൻ പാടില്ല. ബന്ധനത്തിൽ നിന്ന് മുന്നോട്ട് വരൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുക. എന്താ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണോ ഇത് നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്വയം കണ്ടുപിടിക്കേണ്ടതാണ്. അങ്ങനെ കണ്ടെത്തി നിങ്ങൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരിക. പ്രവർത്തിച്ചേ മതിയാകൂ, അല്ലാതെ രക്ഷയില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഫോർത്ത് ചക്ര ആർക്കേഞ്ചൽ റാഫേലാണ് വന്നിരിക്കുന്നത്. ഫോർത്ത് ചക്ര എന്ന് പറയുമ്പോൾ 7 ചക്രാസ് നിങ്ങൾക്ക് ഉണ്ടെന്ന് അറിയാമല്ലോ, നമ്മളുടെ സൂക്ഷ്മ ബോഡിയിലുള്ള 7 ചക്രാസ്. അപ്പൊ സൂക്ഷ്മ ബോഡിയിൽ സുഷുമ്ന നാഡിയുടെ ഏറ്റവും താഴത്തെ അറ്റത്തായിട്ട്, നട്ടെല്ലിനുള്ളിലുള്ളത് ഏറ്റവും താഴത്തെ അറ്റത്തായിട്ട് എന്താണ്, റൂട്ട് ചക്രയാണ്. 7 ചക്രാസ് ഉണ്ടല്ലോ. റൂട്ട് ചക്ര കഴിഞ്ഞ സേക്രൽ ചക്ര വരുന്നു, പിന്നീട് മൂന്നാമതായി വരുന്നത് സോളാർ പ്ലക്സസ്, അതിനും നാലാമതായിട്ട് വരുന്നത് എന്താണ്, ഹാർട്ട് ചക്രയാണ്, ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്ന എന്താണ്, നമ്മുടെ കഴുത്തിന് പിൻഭാഗത്തായിട്ട് ത്രോട്ട് ചക്ര വരുന്നുണ്ട്. ത്രോട്ട് ചക്ര, പിന്നെ പുരിക മധ്യത്തിൽ വരുന്നത് തേർഡ് ഐ ചക്ര, ശിരസിന് മുകളിലുള്ളത് എന്താണ്, ക്രൗൺ ചക്ര. അപ്പൊ ഈ 7 ചക്രാസ് ഉണ്ടല്ലോ, അതിന് നാലാമതായിട്ട് വരുന്നത്, താഴേന്ന് മുകളിലോട്ട് നാലാമതായിട്ട് വരുന്നത് മിഡിൽ വൺ ആണിത്. ഇത് മിഡിൽ വൺ ആണ്. കാരണം അപ്പർ ചക്രാസ് 3, ലോവർ ചക്രാസ് 3, മിഡിൽ വൺ ആയിട്ട് വരുന്ന എന്താണ്, ഹാർട്ട് ചക്രയാണ്. അപ്പൊ ഹാർട്ട് ചക്ര ആക്റ്റീവ് ആക്കി എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി സാമ്പത്തികം വരുന്നത്, കുറച്ചുകൂടി സന്തോഷത്തിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. മറ്റുള്ളവരോട് സ്നേഹം തോന്നുന്നു, അവരുടെ സ്നേഹം ഇങ്ങോട്ട് കിട്ടുന്നു. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ആർക്കേഞ്ചൽ റാഫേലാണ് ഹീലിംഗിന്റെ റാഫേൽ. അപ്പോൾ റാഫേൽ നിങ്ങൾക്ക് ഹീലിങ്ങിന് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഹീൽ ചെയ്ത് തരും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെയും ഒരു ഹീലിങ്ങിന്റെ പ്രോസസ്സ് നിങ്ങളിൽ നടക്കും. അതുകൊണ്ട് തന്നെയാണ് ഫോർത്ത് ചക്ര ഇവിടെ ആക്റ്റീവ് ആകുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഉയർച്ചയിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അടുത്തായിട്ട് നമുക്ക് മൂണോളജിയാണ് വന്നിരിക്കുന്നത്. ഡോണ്ട് ലെറ്റ് യുവർ പാസ്റ്റ് ഹോൾഡ് യു ബാക്ക്. ഇത് പറയുന്നത് എന്താണ്, ഒരിക്കലും നിങ്ങളുടെ പാസ്റ്റ് ഉണ്ടല്ലോ, പോയ ചില കാര്യങ്ങൾ, പലരും പോയ ചില വിഷമങ്ങളെ ഹോൾഡ് ചെയ്തിരിക്കും. അത് പാടില്ല. പോയത് പോയി, ഇനി അത് വരാനില്ല. ഒരുപാട് നഷ്ടങ്ങൾ വന്നു, അതൊന്നും വരാനില്ല. സാമ്പത്തിക നഷ്ടം ചിലപ്പോൾ വന്നിരിക്കാം, അത് ചിലപ്പോൾ കിട്ടിയെങ്കിലായി, ചിലപ്പോൾ കിട്ടിയില്ല എന്നും ആവാം. ആരെങ്കിലും നമ്മളിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്, ചിലപ്പോൾ നമ്മളുടെ ആരെങ്കിലും മരിച്ചു പോയിരിക്കാം, അവരൊക്കെ തിരിച്ചു വരുമോ, ഒന്നുമില്ല. അപ്പൊ അതിനെ ഓർത്തിട്ട് ഒരിക്കലും, നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ നമ്മളെ വിട്ടുപോയിട്ടുണ്ടാവാം, അതിനെ ഓർത്തിട്ട് ഒരിക്കലും വിഷമിച്ചിരിക്കാൻ പാടില്ല. ആ ഒരു ദുഃഖം പിന്നീട് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതിനനുവദിക്കരുത്, ആ ദുഃഖം ഇങ്ങോട്ട് കയറി വരാൻ അനുവദിക്കരുത് എന്നാണ് പറയുന്നത് ഇവിടെ. ഇത് സറണ്ടർ ടു ദ ഡിവൈൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ദുഃഖങ്ങളെല്ലാം നമ്മൾ ഡിവൈനിലേക്ക് സമർപ്പിക്കുക. ആരെങ്കിലും വ്യക്തികൾ നമ്മളോട് യുദ്ധത്തിന് വന്നോ, അല്ലെങ്കിൽ നമ്മളോട് പിണങ്ങിയോ, നമ്മളെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞോ, അപവാദം പറഞ്ഞോ, അല്ലെങ്കിൽ അസൂയ, ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് മനസ്സിന് വളരെ വലിയ വിഷമം ഉണ്ടാകും. സാമ്പത്തിക ബാധ്യതകൾ, മരിച്ചു പോയവരുടെ കാര്യങ്ങൾ ഓർമ്മ, അപകടത്തിൽപ്പെട്ടത്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വിഷമിക്കാനുള്ളതായിട്ട് ഉണ്ടാവും. ഇതൊക്കെ എന്താണ് ചെയ്യേണ്ടത്, നമ്മളങ്ങ് ഡിവൈനിലേക്ക് സമർപ്പിക്കുക. ഇഷ്ടമുള്ള ചില വ്യക്തികൾ നമ്മളെ ചീറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവാം. അങ്ങനെയൊക്കെ ചില സാഹചര്യങ്ങൾ നിങ്ങളിൽ ഉണ്ട് എങ്കിൽ, നിങ്ങൾ ഇതൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ തീർച്ചയായിട്ടും ഡിവൈനിലേക്ക് സമർപ്പിക്കുക. ഞാനിത് ദൈവത്തിലേക്ക് സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളുടേതായ ജോലിയിൽ മുഴുകുക. ഇതാണ് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ വെറുതെ അതിനെക്കുറിച്ച് വീണ്ടും ആലോചിച്ചിരുന്ന് ഓർത്തിരുന്ന ഒരു പ്രയോജനവും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. വീണ്ടും നിങ്ങളുടെ എനർജി ഡൗൺ ആവും.
നിങ്ങൾക്കുള്ള എനർജി ഉണ്ടല്ലോ അത് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള ചിന്തകളിൽ മുഴുകിയിരിക്കാൻ പാടില്ല. നിങ്ങൾക്ക് അതുകൊണ്ട് സന്തോഷത്തിലേക്ക് വരാൻ സാധിക്കില്ല. പിന്നീട് വന്നിരിക്കുന്ന എന്താണ്? യു ആർ വെരി ക്ലോസ് ടു, ഒരു കാരണവശാലും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. യു ആർ വെരി ക്ലോസ് ടു അച്ചീവ് യുവർ ഗോൾ എന്നാണ് കാണുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഗോളിനോട് നിങ്ങൾ നേടാൻ ശ്രമിക്കുന്ന, നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന ആ ഗോളിനോട് നിങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. മനസ്സിലായോ? നിങ്ങൾ ഒരു കാരണവശാലും വിഷമിക്കേണ്ട എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നമുക്കിനി ആൻസിസ്റ്റേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഒന്ന് നോക്കാം. സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങളിപ്പോൾ ഇത്രമാത്രം കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടു, നിങ്ങളൊരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ടാവും അല്ലേ? നിങ്ങളുടെ നിലനിൽപ്പിനായിട്ട് നിങ്ങൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവും. നിങ്ങൾ അതിൽ ഉറച്ചു നിൽക്കൂ. ഓരോ ദിവസവും തീരുമാനങ്ങൾ മാറ്റിക്കൊണ്ട് വരേണ്ട കാര്യമില്ല. ഒരു തീരുമാനം എടുത്തോ, അതിൽ ഉറച്ചു നിൽക്കുക. പലതും മാറി മാറി ചിന്തിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആകെപ്പാടെ കൺഫ്യൂഷൻ ആവുന്നത് അല്ലേ? എന്താ ചെയ്യേണ്ടത്, ഇനി എങ്ങനെ വേണം, ഇതൊക്കെ. അതേസമയത്ത് ഒരു കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തോ, അതിൽ തന്നെ ഉറച്ചു നിൽക്കുക. ഞാൻ അതിൽ ജയിക്കും എന്നുള്ള ആ ചിന്ത മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. ആ ചിന്തയിലൂടെ മാത്രം മുന്നോട്ട് വരിക, അതിൽ ഉറച്ചു നിൽക്കൂ എന്നുള്ളതാണ് ഇവിടെ ആൻസിസ്റ്റേഴ്സ് പറയുന്നത്. ഇനി അവരുടേത് അടുത്തത് ഇവിടെ ട്രാൻസ്ഫോം ആൻഡ് അൺവെയിൽ യുവർ ഗിഫ്റ്റ്സ് എന്നാണ് പറയുന്നത്. ഷേപ്പ് ഷിഫ്റ്റർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ചില സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവാം. സമ്മാനങ്ങൾ എന്ന് പറയുമ്പോഴെന്താണ്? ഡിവൈൻ ഗിഫ്റ്റാണ്. മനസ്സിലായോ? സമ്മാനങ്ങൾ എന്ന് പറയുമ്പോൾ വേറെ ആരും തരുന്നതല്ല. ഡിവൈൻ ഗിഫ്റ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവാം. പല കാര്യങ്ങളിലും പല അവസരങ്ങളായിട്ടോ അല്ല എങ്കിൽ നിങ്ങളുടെ ജന്മനാ തന്നെ നിങ്ങൾക്ക് കിട്ടിയതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ജന്മനാ നിങ്ങൾക്ക് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിനെ നിങ്ങൾ ട്രാൻസ്ഫോം ചെയ്യൂ എന്നുള്ളതാണ്. മോശമായ ചില സാഹചര്യങ്ങളുണ്ടോ, മോശമായ ചില സ്വഭാവങ്ങൾ നിങ്ങളിലുണ്ടോ, നമുക്കത് മാറ്റിയെടുക്കണം. മനസ്സിലായോ? നിങ്ങൾ വിചാരിക്കണം ഇതെനിക്ക് മോശമാണ്, ഇത് വേണ്ട എന്ന് വിചാരിച്ച് അതിനെ മാറ്റിയെടുക്കണം. ഇനി നല്ല ചില കാര്യങ്ങളാണോ, അതിനെ വെളിപ്പെടുത്തണം. മനസ്സിലാവും? നല്ല ചില കാര്യങ്ങൾ ഉണ്ടാവും, അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് നല്ല ചില കഴിവുകൾ ഉണ്ടാവും. മനസ്സിലായോ? നിങ്ങൾ ചിലപ്പോൾ പടം വരയ്ക്കാനുള്ള കഴിവ്, പാടാൻ, ഡാൻസ് ചെയ്യാനൊക്കെ നല്ല കഴിവുകളുണ്ട് വ്യക്തികളായിരിക്കണം. അപ്പൊ അതിനെയൊക്കെ നിങ്ങൾ പുറത്തോട്ട് കൊണ്ടുവരൂ. അല്ലാതെ അതിനെ ഉള്ളിൽ വെച്ച് നശിപ്പിച്ച് കളയരുത്. കാരണം ഇത് ഡിവൈൻ ഗിഫ്റ്റ് ആണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ ഉള്ളിൽ വെച്ച് നശിപ്പിച്ച് കളയാനുള്ളതല്ല, അതിനെ പുറത്തേക്ക് കൊണ്ടുവരൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്യണം, അതിൻ്റെ രൂപത്തെ മാറ്റിയെടുക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. അതിന് എത്രമാത്രം രൂപാന്തരപ്പെടുത്താവോ അങ്ങനെ ചെയ്ത് മുന്നോട്ട് വരൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നമുക്ക് ഇവിടെ വന്നിരിക്കുന്നതിന് ഞാൻ ആനിമൽ സ്പിരിറ്റ് ഗൈഡ്സ് ഉണ്ടല്ലോ, അതിൻ്റെ 2 മെസ്സേജാണ് ഇവിടെ ഒന്ന് വന്നിരിക്കുന്നത്. സീകളിലാണ് വന്നിരിക്കുന്നത്. നൗ ഈസ് ദ ടൈം ഫോർ ഡീപ്പ് ഇമോഷണൽ ഹീലിംഗ് എന്നാണ്. ഇപ്പോഴത്തെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഡീപ്പായിട്ടുള്ള ഒരു ഇമോഷണൽ ഹീലിംഗ് അത്യാവശ്യമാണ്. മനസ്സിലായോ? എപ്പോഴും ഓർത്ത് ഇരുന്ന പഴയ കാര്യങ്ങൾ ഓർത്ത് അല്ലെങ്കിൽ വിഷമിച്ച് ഇരുന്നിട്ടൊരു കാര്യമില്ല. ആ ഒരു കണ്ണീരൊലിപ്പിച്ചിരിക്കുക അങ്ങനെയൊന്നും പാടില്ല. ഇമോഷൻസിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാകണം. അവിടെ നിങ്ങൾക്ക് അതിനെ ഹീല് ചെയ്യണം, ഡീപ്പായിട്ടുള്ളതിനെ. മനസ്സിലായോ? അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ നല്ലൊരു സമയമാണ്, അതിനെ ഹീല് ചെയ്യൂ എന്നാണ് പറയുന്നത്. ഇനി വന്നിരിക്കുന്നത് ക്യാറ്റാണ്. ഇറ്റ് ഇസ് ടൈം ടു സ്ട്രൈക്ക് ഔട്ട് ഓൺ യുവർ ഓൺ ആൻഡ് യുവർ ഓവർ ഡിപ്പെൻഡൻസി. അപ്പൊ ഇവിടെ പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്യാറ്റ് ഉണ്ടല്ലോ, ക്യാറ്റ് ആരെയും ആശ്രയിക്കാതെയാണ് അതിൻ്റെതായ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. വന്ന് നമുക്ക് കട്ട് തിന്നുമായിരിക്കും, അടുക്കളയിലൊക്കെ ഇരിക്കുന്നത് ചിലപ്പോൾ വന്ന് കട്ട് തിന്നുമായിരിക്കും. പക്ഷെ നമ്മളെ ആശ്രയിക്കുന്നത്, നമ്മളെ വിളിച്ചോണ്ട് വന്നിട്ടല്ലല്ലോ അത് കഴിക്കുന്നത്. ആണ് അത് നമ്മളെ വിളിച്ചോണ്ട് വന്നിട്ട് പറയുക, അവിടെ ഇരിക്കുന്ന സാധനം ഒന്ന് എടുത്തതാ, അല്ലെങ്കിൽ പാല് കാച്ചി വെച്ചിരിക്കുന്നതിൻ്റെ ആ അടപ്പൊന്ന് എടുത്തതാ, ഞാൻ ഇത്തിരി അത് കുടിച്ചോട്ടെ, അല്ലെ ഞാനിത് കഴിച്ചോട്ടെ എന്ന് പറയുന്നില്ലല്ലോ. അത് അതിൻ്റെതായ ആവശ്യത്തിന് വന്നു എടുത്ത് കഴിക്കുന്നു എന്ന് പറയാം. അത് ആരെയും ഒന്നിനും ആശ്രയിക്കുന്നില്ല എന്നുള്ളതാണ്. മനസ്സിലായി? അപ്പോൾ അതുപോലെ വേണം നിങ്ങളും. നിങ്ങളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്വയം ചെയ്യാൻ ശ്രമിക്കൂ എന്നുള്ളതാണ് പറയുന്നത്. ഈ ഒരു പാഠമാണ് നമ്മളെ ക്യാറ്റ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ആനിമൽ സ്പിരിറ്റ് ഗൈഡാണ്. അപ്പോൾ ഇതിന് വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. പല കാര്യങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്നതും പല കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നതും ഒക്കെയാണ് നമ്മുടെ പൂച്ച എന്ന് പറയുന്ന ക്യാറ്റ്. അപ്പോൾ അങ്ങനെ നിങ്ങളും എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ
ഒക്കെയും നിങ്ങൾ സ്വയം ചെയ്യണം. അല്ലാതെ എപ്പോഴും മറ്റൊരാളിനെ ആശ്രയിച്ച് നിങ്ങൾ ഇങ്ങോട്ട് വന്ന് എനിക്ക് അവിടെ വരെ വന്ന് പോകണം, എനിക്ക് അതിങ്ങോട്ട് വാങ്ങിച്ചത്, ഇതൊന്നും പറഞ്ഞുകൊണ്ടിരിക്കാൻ പാടില്ല. സ്വയം ചെയ്യാവുന്ന കാര്യങ്ങൾ സ്വയം ചെയ്യുക, മറ്റൊരാളിനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്നുള്ളതാണ്. കഴിവുകളുണ്ട്, അത് സ്വയം കൊണ്ടുവരിക, എന്നിട്ട് സ്വയം ചെയ്യാൻ ശീലിക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. മറ്റുള്ളവർ ആരെയും ഓവറായിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഏഞ്ചൽസിൻ്റെ മെസ്സേജ് നോക്കാം. ഇവിടെ വെയിറ്റ് എന്നാണ് കാണുന്നത്. ഏഞ്ചൽസ് പറയുന്നത് എന്താണ്? വെയിറ്റ്. പല കാര്യങ്ങൾക്ക് നമ്മളിവിടെ കാത്തിരിപ്പുണ്ടായിരിക്കും, അല്ലെങ്കിൽ പല കാര്യങ്ങൾക്ക് വേണ്ടി ആകാംക്ഷപ്പെടുന്നുണ്ടായിരിക്കും. അതിങ്ങോട്ട് വന്നിരുന്നുവെങ്കിൽ ഇങ്ങനെ ആകാംക്ഷ. വെയിറ്റ് എന്നാണ് പറയുന്നത്. ഒന്ന് വെയിറ്റ് ചെയ്യൂ. എന്താണ് കാര്യം? നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് വരും. എപ്പോഴാണ് വരുന്നത്? വിതിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ്, കുറച്ച് ആഴ്ചകൾക്കകം നിങ്ങളിലേക്ക് വരാനുള്ളത് വരും, വരാതിരിക്കത്തില്ല. അതിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യൂ എന്നുള്ളതാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. വളരെ നല്ല എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇത് വന്നിരിക്കുന്നത് എന്താണ്? ഇത് നമ്മുടെ സോൾ മെസ്സേജാണ്. സോൾ മെസ്സേജ് എന്താണ്? യുവർ ഡീപ്പസ്റ്റ് ഡിസയേഴ്സ് കൺസ്ട്രെയിൻ യു, ലെറ്റ് ദം ഗോ ടു ക്ലിയർ യുവർ മൈൻഡ്. നിങ്ങൾക്കിപ്പോൾ ഒരുപാട് ആഗ്രഹങ്ങൾ കാണും അല്ലേ? കാറ് വാങ്ങിക്കണം, വീട് വെക്കണം, മറ്റേ വേറെ ബംഗ്ലാവ് വേണം, അത് എന്തൊക്കെയോ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവാം അല്ലേ? അപ്പോൾ ഒത്തിരി ആഗ്രഹങ്ങളെല്ലാം കൂടെ നിങ്ങളുടെ മനസ്സിൽ കിടന്നിട്ട് ഒരുപാട് ആഗ്രഹങ്ങൾക്ക് വേണ്ടി നിങ്ങളിങ്ങനെ ശ്രമിക്കുകയാണ്. പക്ഷെ ശ്രമിക്കുന്നുണ്ടാവാം, ചിലപ്പോൾ ശ്രമിക്കാത്തവരും ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിലും ഭേദം എന്താണ്? ഒരേ ഒരു ആഗ്രഹത്തെ, ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരേ ഒരു ആഗ്രഹത്തെ, ഡീപ്പസ്റ്റ് ആയിട്ടുള്ളത്, ആഴത്തിൽ നിങ്ങൾ വേരിറങ്ങിയിരിക്കുന്ന ഒരു ആഗ്രഹം ഉണ്ടല്ലോ, എനിക്കത് സാധിച്ചേ പറ്റൂ എന്നുള്ളത്. ജോലി ആയിരിക്കാം ആഗ്രഹം. അത് നിങ്ങൾ എന്താണ്, അതിനെ ഒന്ന് പരിമിതപ്പെടുത്തി കൊണ്ടുവരൂ, അതിനെക്കുറിച്ച് മാത്രം ആലോചിക്കൂ, അത് നേടിയെടുക്കാനായിട്ട് ശ്രമിക്കൂ എന്നാണ് ഇവിടെ നിങ്ങളുടെ സോൾ പറയുന്നത്. അത് പിന്നീട് എന്താണ്? എ വണ്ടർഫുൾ സർപ്രൈസ് ഈസ് കമ്മിങ്. നിങ്ങളിലേക്കൊരു അതിശയകരമായ സർപ്രൈസ് വരുന്നുണ്ട്. സംതിങ് എൻ്റയർലി ഇൻവെസ്റ്റഡ്. അപ്പോൾ നിങ്ങൾക്ക് പലരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരേ ഒരു അതിശയകരമായ ഒരു ഗിഫ്റ്റ് ഉണ്ട്. അത് നിങ്ങളിലേക്ക് വരും, വരാതിരിക്കില്ല എന്നുള്ളതാണ്. നിങ്ങളെ അതിശയിപ്പിക്കുന്ന ഒരു ഗിഫ്റ്റ് വരും. വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു സർപ്രൈസ് വരുന്നുണ്ട്. നിങ്ങൾക്കൊരു അതിശയം, ഒരു അത്ഭുതം നിങ്ങളിലേക്ക് വരാനുള്ള സമയമായിരിക്കുന്ന ഈ മാസം പലർക്കും എന്തെങ്കിലുമൊക്കെ അതിശയം സംഭവിക്കും പലരുടെയും ജീവിതത്തിൽ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇതാണ് നിങ്ങളുടെ ഈ മഹാവിഷ്ണുവിനെ സെലക്ട് ചെയ്തിരുന്നവർക്കുള്ള റീഡിംഗ് ആണിത്. ഇനി നമുക്ക് രണ്ടാമതായിട്ട് നടരാജൻ കണ്ടില്ലേ, ലോർഡ് ഓഫ് ദ ഡാൻസ് ആണ്. നമുക്ക് ഭഗവാന്റെ എനർജി ഒന്ന് നോക്കാം. ഭഗവാൻ നിങ്ങൾക്ക് എന്താണ് തരാൻ പോകുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ വിഷ്ണു ഭഗവാൻ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വിഷ്ണു ഭഗവാൻ നിങ്ങളെ ഒരുപാട് കഷ്ടപ്പെടുത്തും. നമ്മളെപ്പോഴും പറയും, ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ, വിഷ്ണു ഭഗവാനെ സേവിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഒരുപാട് പരീക്ഷണങ്ങൾ വരും അല്ലെ, ഒരുപാട് കഷ്ടപ്പെടുത്തും. എന്നിട്ട് അവസാനം നിങ്ങൾക്ക് നല്ലത് തരും. അതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? നമ്മൾ ആദ്യം എല്ലാം കണ്ട ഒത്തിരി വിഷമാണ്. പക്ഷെ അവസാനം എന്താണ്, സർപ്രൈസ് ഗിഫ്റ്റ് വരെ വരുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു വണ്ടർഫുൾ സർപ്രൈസ് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ഫയൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ് നോക്കാം. താഴെ പോയി ജമ്പിങ് ആണ്, ജസ്റ്റിസ് ആണ്. കണ്ടില്ലേ, 11 ആണ് നമ്പർ, അതിലൊരു 11 വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്, നിങ്ങൾക്കൊരു ജസ്റ്റിസ് ലഭിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു നീതി ലഭിക്കും. നിങ്ങൾ വിചാരിക്കുന്ന പോലെ പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് സംഭവിക്കാൻ പോകുന്നുണ്ട്, സംഭവിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കോടതി വഴി കേസുകളുണ്ടോ, അതുമല്ല എങ്കിൽ മറ്റേതെങ്കിലും വ്യക്തികളിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ചില ചതിവുകൾ പറ്റിയിട്ടുണ്ട്. അങ്ങനെ അഥവാ നിങ്ങൾ ഉൾപ്പെടാത്ത ചില കാര്യങ്ങൾ, നിങ്ങൾ സത്യസന്ധരായിട്ടുള്ള വ്യക്തികളാണ്, നിങ്ങൾ നിഷ്കളങ്കരാണ്, നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റുമില്ല, നിങ്ങൾ വളരെയധികം സിൻസിയറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടോ, അതിൻ്റെ റിസൾട്ട് നിങ്ങളിലേക്ക് ജസ്റ്റിസ് വരുന്നുണ്ട്. മനസ്സിലായോ? ഇവിടെ വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. സാമ്പത്തികത്തിൻ്റെ ഒരു ഉയർച്ചയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് വിദേശത്ത് പോകാനും പഠിക്കാനും ജോലി നേടാനും ഉള്ള അവസരം വരുന്നു. പലരും അതിനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാവണം. ഇവിടെ കണ്ടോ, ഉയർച്ചയിലേക്ക് പോകുന്ന എനർജിയാണ് ഇവിടെ.
ഇത് വിദേശത്ത് പോകുന്ന ആൾക്കാരുടെ പലരും നോക്കിയിരുന്നിട്ടുണ്ടാവാം പഠിച്ചിട്ട് അവിടെ ചെന്ന് പഠിക്കുകയും ജോലി നേടുകയും ചെയ്യണമെന്ന്. അത്തരം ഒരു എനർജിയാണ് ഇവിടെ നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട്. ഇവിടെ പേജ് ഓഫ് സോഡിൻ്റെ എനർജിയാണ്. നിങ്ങളിവിടെ അത് തന്നെയാണ്. നിങ്ങൾക്ക് വിദേശത്ത് പോകാൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രാജ്യത്ത് പോയി മണി ഏൺ ചെയ്യാൻ വേണ്ടി നിങ്ങളിവിടെ ശ്രമിക്കുന്നുണ്ട്. നല്ലതുപോലെ അധ്വാനിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് പഠിക്കുന്നു, പലതരത്തിലുള്ള പുസ്തകങ്ങൾ വാങ്ങിച്ചിട്ട് പഠിക്കുന്നു. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിച്ച തരത്തിലുള്ള ഒരു അച്ചീവ്മെൻറ്റിലേക്കാണ്. ഉദ്ദേശിച്ചത് നേടണം എന്നുള്ള ശ്രമത്തോടു കൂടി ഇവിടെ ഒരുപാട് പാടുപെടുന്ന ആൾക്കാരുടെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇനി അതുമല്ല, ആരെങ്കിലുമൊക്കെ ചില വ്യക്തികളെ സോഷ്യൽ മീഡിയയിൽ സ്റ്റോക്ക് ചെയ്യുന്ന എനർജി ഉണ്ട്. ഇവിടെ 8 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. ഇവിടെ നിങ്ങളൊരു ബന്ധനത്തിലാണെന്നാണ് കാണുന്നത്. കണ്ടില്ലേ? ഇവിടെ പല കാര്യങ്ങളിലും നിങ്ങളിവിടെ ഒരു ബന്ധനത്തിലാണ്. മറ്റുള്ളവരുടെ ബന്ധനത്തിലായിരിക്കാം. മറ്റുള്ളവർ പറയുന്നത് കേട്ടേ ജീവിക്കാൻ പറ്റൂ എന്നുള്ള ഒരവസ്ഥയിൽ കഴിയുന്ന ചില ആൾക്കാരുടെ എനർജിയാണ്. അല്ല എങ്കിൽ സ്വയം മനസ്സുകൊണ്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. മനസ്സിലായോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഞാനൊരു പരാജയമാണ്, ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് മുന്നോട്ട് വരാൻ സാധിക്കുകയില്ല, അങ്ങനെയൊക്കെയുള്ള ചില ചിന്തകൾ നമുക്ക് പലപ്പോഴും ഉണ്ടാവാറുണ്ട് അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള ചിന്തകളിലൂടെ എപ്പോഴും ഇങ്ങനെ മൂഡ് ഓഫ് ആയിരിക്കുന്ന എനർജിയാണ്. ഞാനിനി എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇനി ഞാൻ മുന്നോട്ട് വരുന്നത് എന്നൊക്കെ ആലോചിച്ച് വിഷമിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ചിലപ്പോൾ ചില ടോക്സിക് ആയിട്ടുള്ള ബന്ധങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവാം. അവിടെ നിന്നും അത് വേണ്ടെന്ന് വെച്ച് തന്നെ നിങ്ങൾക്ക് പുറത്തേക്ക് വരാവുന്നതാണ്. നിങ്ങളെ ആരും ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? നിങ്ങൾക്കൊരു ബന്ധം അല്ലെങ്കിൽ ഏതെങ്കിലും സുഹൃത്തുക്കൾ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ദുഃഖം തരാനുള്ളവർ ഉണ്ടായിരിക്കാം. അതിൽ നിങ്ങൾ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ പോരെ. മറ്റ് ബന്ധങ്ങൾ ഉണ്ടാവാം. ഏത് തരത്തിലുള്ള ബന്ധമായാലും അവിടെ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നില്ല, അത് നിങ്ങൾക്ക് ഒരുപാട് വിഷമം തരുന്ന ചില സാഹചര്യങ്ങളാണ് എങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ പുറത്തേക്ക് കിടക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും ചിലപ്പോൾ ജോലി ചെയ്ത് തളർന്നിട്ടൊന്ന് റെസ്റ്റ് എടുക്കുന്ന എനർജിയും ആവാം. ഇനി അതുമല്ല, ആരെങ്കിലും കുറിച്ച് ഇവിടെ ലവ് സിമ്പിൾ കാണിച്ചിട്ട് ആരെങ്കിലും കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ചിലപ്പോൾ റെസ്റ്റ് എടുക്കുന്നു, അവർ വന്നില്ല, വരാൻ സമയമായോ എന്നൊക്കെ ഏതെങ്കിലും വ്യക്തികളെ കുറിച്ച് മാത്രം ഇവിടെ ചിന്തിച്ചുകൊണ്ട് അവർ വരുന്നോ എന്നുള്ള ആകാംക്ഷയിൽ ഇങ്ങനെ റെസ്റ്റ് എടുക്കുന്ന എനർജിയാണ് കാണുന്നത്. മജീഷ്യനാണ്. നിങ്ങളിവിടെ എന്തോ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടോ അത് ചിലപ്പോൾ നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ്. നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ, ചിലപ്പോൾ ജോലിക്കാണോ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിൽ വേണ്ടി നിങ്ങളിവിടെ പരിശ്രമിച്ചിട്ടുണ്ടോ, നിങ്ങളത് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ, നിരന്തരം നിങ്ങൾ അതിനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ, അതിനെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടോ, അതിവിടെ നിങ്ങൾക്ക് സാധ്യമാകുന്ന എനർജിയാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ദൈവാനുഗ്രഹം ഉണ്ട്. ഇവിടെ കണ്ടില്ലേ ഇൻഫിനിറ്റി സിംബൽ, നിങ്ങളിലേക്ക് ഒരു ദൈവാനുഗ്രഹം വരുന്നുണ്ട്. ഈ ഒരു ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സാധ്യമാക്കാനുള്ള എനർജിയാണ്. ജീവിതത്തിൽ ഒരു പുതിയ തുടക്കത്തിലേക്ക് വരാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ചിലപ്പോൾ ഇതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ നിങ്ങളിത് മാനിഫെസ്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ജോലിയായാലും വീടായാലും വാഹനമായാലും എന്തായാലും അല്ലെങ്കിൽ വിവാഹമായാലും ഇത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പുതിയ ലൈഫാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഇവിടെ ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നത് പോലെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ പുതിയൊരു തുടക്കത്തിനുള്ള കാരണമാകുന്നു എന്നാണ് കാണുന്നത്. ഇവിടെ വിക്ടറി ആൻഡ് സക്സസ് ആണ്, ചാരിറ്റി കാർഡാണ് വന്നിരിക്കുന്നത്. ഇവിടെ പലർക്കും വാഹനം മേടിക്കുന്ന കാര്യം പറഞ്ഞതല്ലേ ഉള്ളൂ, പലർക്കും ഇവിടെ വാഹനം ലഭിക്കുന്ന എനർജി ഉണ്ട്. കാരണം നിങ്ങളിപ്പോൾ വിചാരിക്കുന്ന കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് സക്സസ് ലഭിക്കാൻ പോകുന്നത്. കാരണം നിങ്ങൾ നല്ല വിൽ പവർ ഉള്ള ആൾക്കാരാണെന്നാണ് കാണുന്നത്. മെന്റലി സ്ട്രെങ്ത് കൂട്ടിക്കൊണ്ടായിരിക്കും നിങ്ങൾ ചില കാര്യങ്ങൾക്ക് ശ്രമിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധ്യമാകുന്നുണ്ട്.
നമ്മളിപ്പോൾ ഒരു കാര്യം ഉദ്ദേശിച്ചു, അല്ലെങ്കിൽ അതിനായിട്ട് പുറപ്പെട്ടു, മെന്റലി നമ്മളങ്ങ് ഡൗൺ ആണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ തളർന്നിരിക്കുകയാണ്. അപ്പോൾ എനർജിയേ ഇല്ല. അങ്ങനെ ഇരിക്കുന്ന ആ ഒരു സമയത്ത് എന്തെങ്കിലും സാധിച്ചു കിട്ടുമോ? ഒന്നുമില്ല, ഒന്നും സാധ്യമായി കിട്ടത്തില്ല. അതുകൊണ്ട് എല്ലായ്പ്പോഴും എനർജറ്റിക് ആവണം, വിൽ പവർ ഉണ്ടാവണം, മെന്റലി സ്ട്രെങ്ത് കൂട്ടിക്കൊണ്ട് വരിക വേണം. ഫിസിക്കലി സ്ട്രെങ്ത് വേണം. അല്ലാതെ രണ്ടും കൂടെ ഇല്ലാതെ ഒന്നും നടക്കില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഇവിടെ എന്താണ്, ഒരു കടിഞ്ഞാൻ പോലും ഇല്ലാതെ ഈ കുതിരവണ്ടി ഓടിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമ്മൾ ഒന്നിനെ ഫോക്കസ് ചെയ്യണം. കോൺസെൻട്രേഷൻ അത്യാവശ്യമാണ്. അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു സ്ഥലത്തേക്ക് പോകാൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടോ, തീർച്ചയായിട്ടും അവിടെ എത്രയും പെട്ടെന്ന് അവിടെ ചെന്ന് ചേരാനും ആ ഉദ്ദേശിച്ച കാര്യങ്ങൾ സാധ്യമാക്കി എടുക്കാനും ഇവിടെ സാധിക്കുന്നുണ്ട്. എന്ത് ജോലിക്ക് വേണ്ടിയാണോ, അല്ലെങ്കിൽ വാഹനം വാങ്ങിക്കണം, അല്ല അതുമല്ല മറ്റ് പല ആൾക്കാരും, പല തരത്തിലുള്ള ആൾക്കാരെയും ഒരേപോലെ കാണാനുള്ള ഒരു കഴിവ്, ദുഃഖം വന്നാലും സുഖം വന്നാലും അത് ഒരേപോലെ ചിന്തിക്കാനുള്ള ഒരു കഴിവ്, അത് അപൂർവം ചിലർക്കല്ലേ ഉള്ളു. അങ്ങനെ പലരും എന്താണ്, ദുഃഖം വരുമ്പോൾ അങ്ങ് വരെയും സന്തോഷം വരുമ്പോൾ അങ്ങ് ചിരിക്കും. പക്ഷെ നാളെ എനിക്കിത് മാറി വരും, ഈ ഒരു സാഹചര്യം എൻ്റെ മാറി വരുമെന്ന് ആരും ചിന്തിക്കുന്നില്ലല്ലോ. ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാനസികമായിട്ട് നമുക്ക് വിഷമിക്കേണ്ട അവസ്ഥ വരത്തില്ല. അങ്ങനെ ചിന്തിക്കണം. ഇന്ന് നമ്മൾ സന്തോഷിക്കുകയാണെങ്കിൽ ദൈവമേ അമിതമായിട്ട് സന്തോഷം വേണ്ട, നാളെ എനിക്ക് എന്താ വരുന്നതെന്ന് അറിയത്തില്ലല്ലോ, അതിനെ നമ്മൾ സഹിക്കണമല്ലോ എന്നൊരു ചിന്ത ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ ദുഃഖങ്ങളിൽ നിന്ന് നമുക്ക് മുക്തരാവാൻ സാധിക്കും. ഇവിടെ അങ്ങനെയാണ് പറയുന്നത്, ചെയ്യുന്ന കാര്യത്തിൽ ഒരു സക്സസ് വരുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ ശൈവഭക്തരോ വിഷ്ണു ഭക്തരോ ഒക്കെ ആവാം. സോറി, കരണ്ടും. ഇവിടെ ഇത് എംപ്രസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. എംപ്രസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഐശ്വര്യവും സമൃദ്ധിയും നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത് പോലെ നിങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്ന ആ ഐശ്വര്യവും സമൃദ്ധിയും നിങ്ങളിലേക്ക് വരാതിരിക്കില്ല എന്നാണ് ഇവിടെ കാണുന്നത്. പലർക്കും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള, ചിലപ്പോൾ ചിലർക്ക് വിവാഹം നടക്കാനുള്ള സാധ്യത, അതുപോലെ കുട്ടികൾക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് അത് സാധ്യമാകുന്ന എനർജി ഒക്കെയും ഇവിടെ വന്നിരിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് വിഷ്ണു ഭഗവാന്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് വരുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൂടുതലായിട്ടും ഇവിടെ ഈ ഒരു സമൃദ്ധി വരുന്നത് എന്നാണ്, ഐശ്വര്യവും സമൃദ്ധിയും വരുന്നത് അങ്ങനെയാണെന്നാണ് കാണുന്നത്. അതുപോലെ കുട്ടികൾക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതയും വരുന്നു എന്ന് കാണുന്നുണ്ട്. അടുത്തായിട്ട് എന്താണെന്ന് നമുക്ക് നോക്കാവേ. ക്ഷമിക്കണേ, എളുപ്പം വരും. ഇവിടെ കറണ്ട് അങ്ങനെ പോയിരിക്കാറില്ല. ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്, കിങ് ഓഫ് സോഡിൻ്റെ എനർജിയാണ്. കിങ് ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിവുള്ള വ്യക്തിയാണ്. തീരുമാനങ്ങൾ എടുക്കാനും അത് നടപ്പിലാക്കാനും കഴിവുള്ള ചില വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ എന്തോ ചില റിലേഷൻഷിപ്പിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ രണ്ട് മതസ്ഥര്, രണ്ട് കാസ്റ്റിലുള്ള ആൾക്കാർ തമ്മിലുള്ള ബന്ധമാകാം. അതിനെ കൂട്ടിച്ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാവാം. അതുമല്ല എങ്കിൽ ഇപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങളിൽ ചിന്തിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ എന്ത് ചിന്തയായാലും, എന്ത് പ്രശ്നങ്ങൾ ചുറ്റിനുമുണ്ടെങ്കിൽ, ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ചുറ്റിനുമുണ്ട്, എന്നാൽ പോലും ഇവിടെ ശാന്തനാണ് ഈ ഒരു വ്യക്തി എന്നാണ് കാണുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ഇരിക്കാൻ സാധിക്കും. അപ്പോൾ പ്രശ്നങ്ങൾ ചുറ്റിനുമുണ്ടെങ്കിലും നിങ്ങൾക്കിപ്പോൾ ശാന്തതയോടുകൂടി അതിനെ നേരിടാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ആദ്യം ഒന്ന് വിഷമം അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിനെ ഒന്ന് ഓവർകം ചെയ്ത് മുന്നോട്ട് വരാനുള്ള ഒരു കഴിവുണ്ട് എന്നാണ് കാണുന്നത്. അടുത്തായിട്ട് ജഡ്ജ്മെന്റ് ആണ് വരുന്നത്. പലരും ഒരുപാട് കഷ്ടതകളിൽ നിന്നും എനിക്ക് രണ്ടാമതൊരു ജന്മം തരൂ, എനിക്കിനി ഇത് അനുഭവിക്കാൻ വയ്യ എന്നൊക്കെ വിചാരിച്ചിട്ട് ഒത്തിരി കരഞ്ഞു പ്രാർത്ഥിക്കുന്ന എനർജിയാണ്. മനസ്സിലായി? എനിക്ക് രണ്ടാമതൊരു ജന്മം വേണം, നല്ലൊരു ജന്മം വേണം, എനിക്ക് ഈ ഒരു ജന്മം വേണ്ട, ഇത് ഞാൻ ഒരുപാട് അനുഭവിച്ച് തീർന്നു കഴിഞ്ഞിരിക്കുന്നു, ഇനി എനിക്ക് അനുഭവിക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കർമ്മ ഒഴിഞ്ഞു മാറുന്ന എനർജിയാണ്. അപ്പോൾ ആ കർമ്മ നിങ്ങളിൽ നിന്നും കുറച്ചൊക്കെ ഒഴിഞ്ഞു മാറുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നല്ലൊരു ലൈഫിലേക്ക്, പോസിറ്റീവായിട്ടുള്ള ഒരു ലൈഫിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഒരു കാർഡ് എടുക്കാവേ.
ഇവിടെ സാമ്പത്തികത്തിൻ്റെ എനർജിയാണ്, 9 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്, സഫലത വരുന്നുണ്ട്. അപ്പോൾ സാമ്പത്തികപരമായിട്ട് മറ്റു പല കാര്യങ്ങളിലും നിങ്ങൾക്കിവിടെ സോളാർ പ്ലക്സസ് ചക്രയുടെ ആക്ടിവേഷൻ കൂടെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രതീക്ഷകൾ പൂവണിയുന്ന ഒരു സമയമാണെന്ന് കാണുന്നുണ്ട്. മനസ്സിലായി? ഇവിടെ പല കാര്യങ്ങളിൽ നിങ്ങൾ ആഗ്രഹം വെച്ച് പുലർത്തിയിട്ടുണ്ട്, അത് നിങ്ങൾക്കിവിടെ സാധ്യമായി കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് സാമ്പത്തികം വരാനും അതിലുള്ള ഒരു പ്രോഗ്രസ്സിലേക്ക് പോകുന്ന എനർജിയുമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവണം പലപ്പോഴും. അങ്ങനെ ഒരു സമൃദ്ധിയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ജഡ്ജ്മെന്റ് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ എന്താണ്, പോസിറ്റീവായിട്ടുള്ള ലൈഫിലേക്ക് പോവുകയാണ്. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള ഒരു ലൈഫിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം സമൃദ്ധിയും വരുന്നുണ്ട്. സാമ്പത്തികപരമായ സമൃദ്ധി നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. നമുക്ക് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്കാവേ. എനർജി ഓറക്കിളാണ്, ജേണിയാണ്. പലർക്കും ഇവിടെ യാത്ര, ആരെങ്കിലുമൊക്കെ ഇവിടെ യാത്ര പുറപ്പെടാൻ തയ്യാറായിട്ടിരിക്കുന്ന, അല്ല എങ്കിൽ ഇപ്പോൾ യാത്ര ചെയ്യുന്ന എനർജി ആവാം. നിങ്ങൾ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവാം സന്തോഷകരമായ ഒരു യാത്ര. അവിടെ എന്താണ്, കോംപ്രമൈസ് ചെയ്ത് പോകണം, പാർട്ട്ണർഷിപ്പ് ചെയ്യണം. ഇഷ്ടമുള്ള വ്യക്തികളോടൊപ്പം, നമ്പർ 2 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇഷ്ടമുള്ള വ്യക്തികളോടൊപ്പം ചിലപ്പോൾ യാത്ര ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഈ യാത്രയിൽ നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ 6th ചക്രയാണ് ഇവിടെ വന്നിരിക്കുന്നത്. 6th ചക്ര ആർക്കേഞ്ചൽ മെറ്റാട്രോൺ എന്ന് പറയുന്ന ആർക്കേഞ്ചലിൻ്റെയാണ്. 6th ചക്ര എന്ന് പറയുമ്പോൾ എന്താണ്, തേർഡ് ഐ ചക്രയാണ് 6th ചക്ര അല്ലേ. അപ്പോൾ തേർഡ് ഐ ചക്രയുടെ ആക്ടിവേഷൻ വരുമ്പോൾ എന്താണ്, ഉൾക്കാഴ്ച ഉണ്ടാകുന്ന, ഉൾവിളികൾ ഉണ്ടാകും. സ്വയം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ്, അതിലൂടെ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് വരാനുള്ള കഴിവ്, ജീവിതത്തിൽ ഒരു സക്സസ് നേടാനുള്ള ഒരു കഴിവാണ് ഇവിടെ 6th ചക്രയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ചക്ര നിങ്ങൾക്ക് ആക്റ്റീവാക്കി എടുക്കണം, അല്ലെങ്കിൽ ആക്റ്റീവായി വരുന്നുണ്ട്. വളരെയധികം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നമ്പർ 4 ആണ്. ഇത് നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള സ്റ്റെബിലിറ്റി തരും. എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉൾവിളികൾ ഉണ്ടാകുന്നത്, അതാണ്. മാർഗങ്ങളെല്ലാം നമുക്ക് ഉള്ളിൽ നിന്ന് തന്നെ ലഭിക്കുന്നു. മറ്റൊരാളിനോട് ചോദിക്കേണ്ട കാര്യമില്ല, സ്വയം തീരുമാനിക്കാനുള്ള ഒരു കഴിവുണ്ടാകുന്നു. അങ്ങനെയാണ് ഈ ഒരു സക്സസിലേക്ക് പോകാൻ കഴിയുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ആങ്സൈറ്റിയാണ് വന്നിരിക്കുന്നത്. ആങ്സൈറ്റി വന്നിട്ടുണ്ട്, പേഷ്യൻസും വന്നിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങളിപ്പോൾ, 9 ആണ് നമ്പർ, ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങളിപ്പോൾ ആങ്സൈറ്റി, ആകാംക്ഷ പെടുന്നുണ്ട്. ഉള്ളിലൊരു പേടിയുണ്ട്, ആകാംക്ഷയുണ്ട്. എന്ത് സംഭവിക്കും, നാളെ എന്ത് വരും, മറ്റന്നാൾ എന്ത് വരും, എന്താണ് ഞാൻ ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ നമ്മൾ ആകാംക്ഷപ്പെട്ട് നോക്കിയിരിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനെ മറികടക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ആകാംക്ഷ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതാണ് ആകാംക്ഷ. അങ്ങനെ ഒത്തിരി ആകാംക്ഷപ്പെട്ട് എനർജി കളയേണ്ട കാര്യമില്ല. കാരണം എന്താണ്, അപ്പോൾ ചിന്തിക്കേണ്ട എന്താണ്, വരാനുള്ളത് വരും, വരാതിരിക്കില്ല എന്ന് മാത്രം ചിന്തിച്ചാൽ മതിയാവും. പേഷ്യൻസ് ആണ് പിന്നീട് വരുന്നത്. അത് അപ്പോൾ വരാനുള്ളത് വരാൻ വേണ്ടി ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യൂ എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആങ്സൈറ്റി അല്ല, ആകാംക്ഷ ഒരുപാട് ആയി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ക്ഷമ പാലിക്കൂ, ക്ഷമയോടുകൂടി കാത്തിരിക്കൂ. എന്നാൽ മാത്രമേ നമുക്ക് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് മൂൺ കാർഡാണ് വന്നിരിക്കുന്നത്. അഡ്ജസ്റ്റ്മെന്റ്സ് ആർ റിക്വയർഡ് ആണ്. പല കാര്യങ്ങളും നമുക്ക് ഒരു പാർട്ട്ണർ ഉണ്ട്, അഡ്ജസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. നമ്മളൊരു വീട്ടിൽ കഴിയുന്നു, പല പ്രശ്നങ്ങളുണ്ട്, പക്ഷെ അവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അത്യാവശ്യമാണ്. ഒരു വീട്ടിൽ നമ്മൾ വിരുന്ന് പോയി, അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറിപ്പോയി, കുറച്ച് ദിവസത്തേക്ക് ആ ഒരു സാഹചര്യവുമായിട്ട് ഇണങ്ങി ചേർന്നെങ്കിൽ മാത്രമേ അവിടെ അത് നടക്കുകയുള്ളൂ. എന്തെങ്കിലും ഒരു കാര്യം സാധിക്കാൻ വേണ്ടി നമ്മൾ പോവല്ലേ. അപ്പോൾ ആ ഒരു സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെട്ടു പോയാൽ മാത്രമേ കാര്യങ്ങൾ സഫലതയിലേക്ക് വരികയുള്ളൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അഡ്ജസ്റ്റ്മെന്റ് വേണം എല്ലായ്പ്പോഴും. കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണം, അല്ലാതെ പിടിവാശി പാടില്ല. പിടിവാശി കൊണ്ട് എന്താണ്, ജീവിതത്തിൽ എപ്പോഴും പരാജയം മാത്രമേ വരൂ. പിടിവാശി വരുമ്പോൾ മറ്റൊരാളുടെ ശത്രുത കൂടി ഏറ്റുവാങ്ങേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് ഈസ് ടൈം ടു റിലീസ് നെഗറ്റിവിറ്റി. നിങ്ങളുടെ ഉള്ളിലുള്ള, കണ്ടില്ലേ ഇവിടെ അഡ്ജസ്റ്റ്മെന്റ്സ് ആർ റിക്വയർഡ് എന്ന് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് വന്നത് എന്താണ്, ഇത് നെഗറ്റിവിറ്റി റിലീസ് ചെയ്യാനുള്ള ഒരു സമയമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ളിൽ നിങ്ങൾ എവിടെ പോയോ എന്ത് കാര്യം സാധിക്കണമെന്ന് ആഗ്രഹിച്ചോ, അപ്പോൾ ആ ഒരു സമയത്ത് നേടേണ്ട കാര്യങ്ങൾ നേടണമെങ്കിൽ മൈൻഡ് നെഗറ്റീവ് അടിച്ച് ഇരുന്നിട്ട് കാര്യമില്ല, നെഗറ്റീവ് ആക്കി ഇരിക്കാൻ പാടില്ല.
അവിടെ ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരിക, മറ്റുള്ളവരോട് പോസിറ്റീവായ രീതിയിൽ സംസാരിക്കുക, എന്നിലേക്ക് ഇത് വന്നു ചേരും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മാത്രം അവിടെ പ്രവർത്തിക്കുക. അപ്പോൾ നെഗറ്റിവിറ്റിയെ കളഞ്ഞാൽ മാത്രമേ നമുക്ക് എല്ലായ്പ്പോഴും നെഗറ്റീവായിട്ടിരിക്കുന്ന സ്കോർപ്പിയോ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ സ്കോർപ്പിയോ എന്ന് പറയുമ്പോൾ വൃശ്ചികം, വിശാഖം, കാല, അനിഴം, തൃക്കേട്ട. അപ്പോൾ അങ്ങനെ 3 നാളുകാരാണ് സ്കോർപ്പിയോയിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എല്ലായ്പ്പോഴും നെഗറ്റീവാകും. എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ മതി മനസ്സ് നെഗറ്റീവാകും. അപ്പോൾ അങ്ങനെ നെഗറ്റീവായിരിക്കാൻ പാടില്ല. നിങ്ങൾ ഈ ഒരു സമയത്ത് അതിനെ കളയൂ, മനസ്സിൽ നിന്നും ആ ഒരു നെഗറ്റിവിറ്റിയെ കളയൂ എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ ബി ബോൾഡ് ആൻഡ് മേക്ക് ദ ഫസ്റ്റ് മൂവ്. നിങ്ങൾ ധൈര്യപൂർവ്വം വരൂ. ഫസ്റ്റ് എന്തെങ്കിലും ഒരു കാര്യത്തിലുള്ള ഫസ്റ്റ് കാൽവയ്പ് ധൈര്യത്തോടു കൂടി വയ്ക്കുക. ഏതൊരു കാര്യം തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ നെഗറ്റീവ് അല്ല വേണ്ടത്. പിന്നെ എന്താണ് വേണ്ടത്? പോസിറ്റിവിറ്റിയാണ് വേണ്ടത്. പിന്നെയോ ധൈര്യമാണ് വേണ്ടത്. ധൈര്യം വേണം. മനസ്സിന് ധൈര്യം കൊടുത്തുകൊണ്ട് എനിക്ക് ഇത് സാധിച്ചില്ലെങ്കിൽ സാരമില്ല, എനിക്കിത് വന്നാലും വന്നില്ലേലും കുഴപ്പമില്ല, അങ്ങനെ ചിന്തിച്ചുകൊണ്ട് വളരെയധികം ധൈര്യത്തോടു കൂടി വേണം മുന്നോട്ട് പോകാൻ. പല ആൾക്കാരെ നമ്മൾ കണ്ടിട്ടില്ല, എന്താണ് കിട്ടിയാലും ഒന്നുമില്ല, കിട്ടിയില്ലേലും ഒന്നുമില്ല, അല്ലെ? അങ്ങനെ പെരുമാറുന്ന പല ആൾക്കാരും ഉണ്ട്. അങ്ങനെ ചിന്തിക്കുന്ന ചില ആൾക്കാരുണ്ട്. ധൈര്യം കൊടുത്തുകൊണ്ടാണ് മുന്നോട്ട് പല കാര്യങ്ങളിലും പോകുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താണ്, അവർക്ക് വിജയിയാവാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊരു കാര്യത്തിലും തുടക്കം കുറിക്കുമ്പോൾ ധൈര്യപൂർവ്വം തുടക്കം കുറിക്കണം, ബോൾഡ് ആവാൻ ശ്രമിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. നമുക്കിനി ആൻസസ്റ്റേഴ്സിന്റെ ബ്ലെസ്സിങ്സ് നോക്കാവേ. വിച്ചാണ് ബി ദ ലൈറ്റ്. ബി ദ ലൈറ്റ്. നിങ്ങൾ ലൈറ്റ് ആവൂ, നിങ്ങൾ പ്രകാശമാകൂ, മറ്റുള്ളവർക്ക് പ്രകാശമാവൂ, നിങ്ങളൊരു പ്രചോദനമാകൂ, പ്രകാശമാകൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നിങ്ങളെ കൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നത് അത് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തിരിക്കണം. അല്ലാതെ അവരെന്തെങ്കിലും ചെയ്തോട്ടെ, അവരങ്ങനെ കഴിഞ്ഞോട്ടെ, ഇവരിങ്ങനെ കഴിഞ്ഞോട്ടെ, അവർക്ക് എന്തെങ്കിലും സഹായം വേണം, നമ്മൾ കാണാത്ത മട്ട് ഇരിക്കാൻ പാടില്ല. മനസ്സിലായോ? എന്താണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു സാഹചര്യം കൂടെ അറിഞ്ഞിട്ട് വേണം ചെയ്യാൻ. നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന എന്ത് സഹായമുണ്ടോ അത് ചെയ്തിരിക്കണം. നമ്മൾ അവർക്ക് ഒരു വെളിച്ചമാകണം എന്നാണ് ഇവിടെ പറയുന്നത്. ആൻസിസ്റ്റേഴ്സ് പറയുന്നത് അങ്ങനെയാണ്. മനസ്സിലായോ? ആ ഒരു വെളിച്ചം കൊണ്ട് മറ്റുള്ളവർക്ക് ഒരുപാട് പേർക്ക് പ്രയോജനം ഉണ്ടാകും. അവരുടെ ജീവിതത്തിൽ നല്ലതുപോലെ വിജയം നേടിയെടുക്കാൻ അവർക്ക് കഴിയും എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഗാർഡിയൻ ഏഞ്ചൽ പറയുന്നത് യു ആർ നോട്ട് അലോൺ എന്നാണ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല. മനസ്സിലായോ? നിങ്ങളോടൊപ്പം പല ശക്തികളുമുണ്ട്. നിങ്ങളോടൊപ്പം ആൻസിസ്റ്റേഴ്സ് ഉണ്ട്, ഏഞ്ചൽസ് ഉണ്ട്, ദൈവമുണ്ട്, യൂണിവേഴ്സ് ഉണ്ട്, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണ്? ഇൻറ്റ്യൂട്ടീവാണ്. നിങ്ങൾ പലരും കണ്ടില്ലേ, നിങ്ങൾ ഇൻറ്റ്യൂട്ടീവാണ്. നിങ്ങൾക്ക് ഇൻറ്റ്യൂഷനുള്ള ആൾക്കാരാണ്. അതെന്തുകൊണ്ടാണ്? നിങ്ങൾ ദൈവത്തിന്റെ ഒരു അംശമാണ്. നിങ്ങൾ യൂണിവേഴ്സിന്റെ സന്തതിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എലോൺ അല്ല, ഒറ്റയ്ക്കല്ല. ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്, അല്ലേ? അപ്പോൾ അത് ഒറ്റയ്ക്കല്ല എന്ന് പലപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് തന്നെ പല കാര്യങ്ങൾക്കും മുന്നോട്ട് വന്നോളൂ എന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് സ്പിരിറ്റ് ഗൈഡ്സ് ആണ്. യു ആർ എ ലോട്ട് ടഫർ ദാൻ യു തിങ്ക് യു ആർ. കണ്ടല്ലോ, ഇവിടെ വോൾവറൈൻ എന്ന് പറയുന്ന ഒരു ആനിമലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആനിമൽ നമ്മുടെ സ്പിരിറ്റ് ഗൈഡ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നിങ്ങൾ മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതിലും അപ്പുറത്താണ് നിങ്ങളുടെ കഴിവ്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾ ഒരു കഴിവും ഇല്ലാത്തവരുമല്ല, നിങ്ങൾ വളരെ നല്ല കഴിവുള്ള വ്യക്തികളാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലാക്കണം. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, ഞാൻ മറ്റുള്ളവരെക്കാളും മുകളിലാണ്, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കും എന്നൊക്കെയുള്ള ഒരു ആത്മവിശ്വാസം കയ്യിലെടുക്കണം. ആത്മവിശ്വാസത്തോട് വേണം. മനസ്സിലായി? എപ്പോഴും അത് ഉണ്ടായിരിക്കണം നിങ്ങളില്. മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക, അല്ലേ? അപ്പൊ എന്തുകൊണ്ട് നിങ്ങളൊരു കോൺഫിഡന്റ് അല്ല? അപ്പൊ ആ കോൺഫിഡൻസ് നിങ്ങളിൽ ഉൾക്കൊള്ളിക്കണം, നിങ്ങളിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ വരുമ്പോഴാണ് ആ ഒരു ശുഭാപ്തി വിശ്വാസം, ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കണം നിങ്ങൾ. അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നത്. മറ്റുള്ളവരെക്കാളും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ആളാണ് നിങ്ങൾ, എന്നൊരു വ്യക്തിയാണ് നിങ്ങളെന്ന് മനസ്സിലാക്കിക്കണം. ഇവിടെ ടൈഗറാണ് വന്നിരിക്കുന്നത്. എന്താണ്? സോ ട്രസ്റ്റ് ദാറ്റ്. നിങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യത്തിന് വിളിച്ചോ, നിങ്ങളോട് പറയുകയാണ് അവിടെ വന്ന് നിങ്ങളൊന്ന് സംസാരിക്കണം, എന്തെങ്കിലും ഒരു യോഗ ഒക്കെ കൂടി ഒരു മീറ്റിങ്ങിൽ നിങ്ങളൊന്ന് സംസാരിക്കൂ എന്ന് നിങ്ങളോട് പറയുകയാണ് ഒരാൾ. അല്ല എങ്കിൽ നിങ്ങൾ അവിടെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കൂ,
അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ ക്ലാസ്സിൽ എന്തെങ്കിലും ഒന്ന് സംസാരിക്കുക എന്നൊക്കെ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കാര്യത്തിനൊരു അധ്യക്ഷനായിട്ടൊന്ന് ഇരിക്കുക, എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കേണ്ടത് എന്താണ്? എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് മാറുകയല്ല വേണ്ടത്. എന്താണ്? സോറി. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്, മറ്റുള്ളവരെ നയിക്കാനുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് മറ്റൊരാൾ നിങ്ങളോട് അത് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ മറ്റ് ചില വ്യക്തികളുടെ ഉള്ളിൽ നിങ്ങളെപ്പറ്റി ഉള്ളത് ഇത്തരത്തിലുള്ള ധാരണയാണ്, നിങ്ങളെക്കുറിച്ച് നല്ലൊരു മതിപ്പുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുൻപിൽ അങ്ങനെ നിലനിൽക്കാൻ കഴിയുന്നത്. അങ്ങനെ ഒരു ലീഡർ സ്ഥാനത്തേക്ക് വരാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് ഒരു ലീഡർ ആവാനുള്ള ക്വാളിറ്റി നിങ്ങളിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ്. അത് മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്. അല്ലാതെ അവിടെ നിന്ന് പിന്നോട്ട് പോവുകയല്ല വേണ്ടത്, മുന്നോട്ട് വരണം എന്നാണ്, ഇതുപോലെ മുന്നോട്ട് വരണം എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഏഞ്ചൽസിന്റെ മെസ്സേജാണ്. ഇനി ലെറ്റ് ഗോ ചെയ്യൂ എന്നാണ് പറയുന്നത്. നമുക്ക് ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും ഇവിടുന്ന് ലെറ്റ് ഗോ ചെയ്യാവുന്നതാണ്, അല്ലേ? നമുക്ക് ആവശ്യമില്ല എന്ന് തോന്നുന്ന ഏത് കാര്യമാണോ അത് നിങ്ങൾക്കിവിടെ ലെറ്റ് ഗോ ചെയ്യാവുന്നതാണ്. മനസ്സിലായോ? അതിലൊന്നുമില്ല. ലെറ്റ് ഗോ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? സമാധാനമായിട്ടിരിക്കുക. എനിക്കിത് വേണ്ട, ഞാനിതിനെ ഉപേക്ഷിച്ചു, എനിക്കിത് വേണ്ട, ഞാൻ ലെറ്റ് ഗോ ചെയ്തു എന്ന് മതി. എന്തായാലും വിഷമം പിടിച്ച ചില സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലേ, ജീവിതത്തിൽ. അപ്പം നമുക്കത് വേണ്ട. എന്തെങ്കിലും ഒരുപാട് ശ്രമിച്ചിട്ട് അത് കിട്ടുന്നില്ല, വേണ്ട, വിട്ടുകളഞ്ഞു, അല്ലേ? ഇത് കുറേ കാലം കഴിയുമ്പോൾ നമുക്ക് ലഭിക്കാനുള്ളതാണെങ്കിൽ അത് നമ്മളിലേക്ക് വന്നു ചേരും. തൽക്കാലമല്ല നമ്മളിത് ഉപേക്ഷിക്കുന്നത്. അപ്പോൾ എന്നേക്കുമായി നമ്മളിത് ഉപേക്ഷിച്ചെന്നിരിക്കട്ടെ ചില കാര്യങ്ങൾ. അത് ചിലപ്പോൾ നമ്മളിലേക്ക് തിരിഞ്ഞു കറങ്ങി നമുക്ക് തന്നെ വരും. ചിലപ്പോൾ നമ്മുടെ സമയം നല്ലതാണെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചതുപോലെ ചിലപ്പോൾ നമ്മളിലേക്ക് അത് തിരിച്ചു വരും. അതുകൊണ്ട് തൽക്കാലത്തേക്ക് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതാണ് നിങ്ങൾ ലെറ്റ് ചെയ്യൂ, വിട്ടുകളയൂ എന്നാണ് പറയുന്നത്. പിന്നീട് വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ആയിരിക്കരുത് ലെറ്റ് ഗോ ചെയ്യുന്നത്, കേട്ടോ. അത് വരുന്നെങ്കിൽ വന്നോട്ടെ എന്ന് വിചാരിക്കുകയും വേണ്ട. വേണ്ട, എനിക്കിനി അത് വേണ്ട എന്ന് കരുതിക്കൊണ്ട് വിട്ടുകളഞ്ഞാൽ മതി എന്നാണ് പറയുന്നത്. there is something better. അപ്പോഴാണ് നിങ്ങളിലേക്ക് ബെറ്ററായിട്ട് എന്തെങ്കിലുമൊക്കെ വരുന്നത്. അത് തന്നെ വന്നില്ല, പക്ഷെ ബെറ്ററായിട്ട് മറ്റു ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരും. നമ്മളിപ്പോൾ ഒന്ന് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ട് ചില കാര്യങ്ങളെ നമ്മൾ ഉപേക്ഷിച്ചു, പക്ഷേ അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? കുറെ കഴിയുമ്പോൾ ചിലപ്പോൾ അത് വന്നില്ല എന്നിരിക്കും, പക്ഷെ അതിലും ബെറ്ററായിട്ട് ചില കാര്യങ്ങൾ നമ്മളിലേക്ക് വരും. ചിലയിടത്തൊക്കെ നമ്മൾ കണ്ടിട്ടില്ല, ഒരുപാട് പരാജയങ്ങൾ എല്ലാം കഴിഞ്ഞ് കരഞ്ഞു പോവിയൊക്കെ ഇരുന്നിട്ട് ഒരു മാർഗവുമില്ല, ഇനി ജീവിക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെ വിചാരിച്ചൊക്കെ ഇരിക്കുന്ന ആ വ്യക്തികൾക്കാണ് ഒരുപാട് വിജയം ഉണ്ടാകുന്ന ജീവിതത്തിൽ. പ്രതീക്ഷിക്കാതെ തന്നെ പല ഭാഗ്യങ്ങളും അവരെ തേടി വരും. മനസ്സിലായി എന്ന് പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയൂ, ചിലതൊക്കെ നിങ്ങളിൽ നിന്ന് ഉപേക്ഷിച്ച് പോകും. നിങ്ങൾ ഉപേക്ഷിച്ച് പോകുമ്പോഴാണ് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലത് വരുന്നത്, നന്മ വരുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. ഭഗവാനെ, കറണ്ട് വന്നില്ല, കഷ്ടമായിപ്പോയില്ലേ. ഇങ്ങനെ പോകുന്നതല്ല ഇവിടെ. ഇറ്റ് ഈസ് ടൈം ഫോർ എ ചേഞ്ച്. നിങ്ങൾക്കൊരു ചേഞ്ച് വരാനുള്ള സമയമായിരിക്കുന്നു. ഇവിടെ യു ആർ എക്സ്പീരിയൻസിങ് എ സ്പിരിച്വൽ ബ്ലോസമിങ് ആണ്. കണ്ടില്ലേ, ഇവിടെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ്? സ്പിരിച്വൽ ബ്ലോസമിങ് ആണ്. ആത്മീയപരമായ ചില അത്ഭുതങ്ങളിലേക്ക് അല്ലെങ്കിൽ സന്തോഷങ്ങളിലേക്കാണ് നിങ്ങളിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് വരും, നിങ്ങളിലേക്ക് വരും. നിങ്ങൾക്ക് നല്ല ഒരു ചേഞ്ച് വരാനുള്ള സമയമായിട്ടുണ്ട് എന്നാണ്. ഇറ്റ് ഇസ് ടൈം ഫോർ എ ചേഞ്ച്. നല്ലൊരു ഡു നോട്ട് വെയിറ്റ് ഓർ പുട്ട് ഓഫ് ഡിസിഷൻസ് എനി ലോങ്ങർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തീരുമാനമെടുക്കേണ്ടതൊന്നും ഒരുപാട് ദൂരത്തേക്ക് പോകണ്ട, ഒരുപാട് നാളത്തേക്ക് തീരുമാനങ്ങളൊന്നും മാറ്റിവെക്കാൻ പാടില്ല. ഇനി എന്തെങ്കിലും ഇങ്ങനെ വരുന്നോ വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കാനും പാടില്ല. നിങ്ങൾ അതിലേക്ക് പോവുകയാണ്, മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ഒരു ചേഞ്ചിനുള്ള സമയം നിങ്ങൾക്ക് ആയിരിക്കുന്നു എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ആത്മീയപരമായ ചില കാര്യങ്ങളിലേക്ക്, സന്തോഷത്തിലേക്ക് കടക്കാനുള്ള സമയവും ആയിരിക്കുന്നു. അപ്പോൾ നിങ്ങളിലേക്ക് ഒരു ചേഞ്ച് വരുന്നുണ്ട് എന്നൊക്കെ ഉള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതാണ് രണ്ടാമത്തെ ഫയൽ സെലക്ട് ചെയ്തിരുന്നവരുടെ റീഡിങ്. അപ്പോൾ നിങ്ങൾ രണ്ടാമത്തേതായാലും ഒന്നാമത്തേതായാലും നിങ്ങൾ ഇത് രണ്ടും കാണുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിലേതാ എടുക്കേണ്ടതെന്ന് കൺഫ്യൂഷൻ ഉണ്ടായിക്കൊണ്ടുണ്ടാവില്ല. മനസ്സ് കൺഫ്യൂസ്ഡ് ആവും ചില സമയത്ത്. അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ രണ്ട് ഫയലും കണ്ടു നോക്കുക. കാരണം രണ്ട് ദൈവങ്ങളെ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കാം, അല്ലേ? അപ്പോൾ അങ്ങനെ ആണെങ്കിൽ അത് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ പറയാനുള്ളത്. തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഇവിടെ വെട്ടം കിട്ടാഞ്ഞതിൽ ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ എനിക്കൊന്നും പറയാനില്ല. അപ്പോൾ
അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ. നമുക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയാൽ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.